ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയതിന് കാരണം പിണറായി വിജയന്റെ ധൂർത്തും ധാർഷ്ട്യവും മാസപ്പടി കേസും ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ ചേർന്നുള്ള ഭരണവിരുദ്ധ വികാരമാണെന്ന മുതിർന്ന നേതാക്കളുടെ ഒളിയമ്പുകൾക്കിടെ ഹൈക്കോടതിയും പിണറായിയുടെയും മകളുടെയും നെഞ്ചത്തേക്ക് തന്നെ വെടിപൊട്ടിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ വിലയിരുത്താൻ CPM സംസ്ഥാന കമ്മിറ്റി ചേരുന്നതിനിടയിലാണ് പാർട്ടിക്കും സർക്കാരിനും കനത്ത ആഘാതമായി ഹൈക്കോടതിയുടെ ഇടപെടൽ. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ജസ്റ്റിസ് K. ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. മാത്യു കുഴൽനാടന് പുറമെ പൊതുപ്രവർത്തകൻ G. ഗിരീഷ് ബാബുവിൻ്റെയും ഹർജിയും പരിഗണിക്കുന്നുണ്ട്. മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതിയും G. ഗിരീഷ് ബാബു നൽകിയ ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും തള്ളിയിരുന്നു. അന്വേഷണത്തിന് നിർദ്ദേശം നൽകാൻ മതിയായ തെളിവുകൾ ഇല്ലെന്ന് കണ്ടായിരുന്നു വിചാരണ കോടതികളുടെ തീരുമാനം. ഇതിനെതിരെയാണ് ഇരുവരും 2 ഘട്ടങ്ങളിലായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. CMRLന് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി അനുമതി നൽകിയതിന് പകരമായാണ് വീണ വിജയനും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിനും പണം നൽകിയത് എന്നാണ് മാത്യു കുഴൽനാടന്റെ വാദം. മാത്യു കുഴൽനാടന്റെ ഹർജി വരുന്ന ജൂലൈ 2-നും ഗിരീഷ് ബാബുവിന്റെ ഹർജി ജൂലൈ 3-നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് K. ബാബു പരിഗണിക്കും. CMRL മാസപ്പടി കേസിൽ ഹൈക്കോടതി നോട്ടീസ് അയച്ചതോടെ മകൾ വീണ വിജയനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി കേസിന്റെ പരിധിയിലേക്ക് എത്തി. മാസപ്പടിയെ 2 കമ്പനികൾ തമ്മിൽ നടന്ന സുതാര്യമായ സാമ്പത്തിക ഇടപാടാണ് എന്ന് പ്രതിരോധിച്ചിരുന്ന CPM-ഉം ഇതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കോടതി നോട്ടീസ് അയച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും വീണയും സമർപ്പിക്കുന്ന മറുപടി നിർണായകമാണ്. മാസപ്പടി കേസിനെ 2 കമ്പനികൾ തമ്മിൽ നടന്ന നിയമപരവും സുതാര്യവുമായ സാമ്പത്തിക ഇടപാടാണ് എന്നായിരുന്നു CPIM ഇതുവരെ പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഒരു കേസുണ്ടോ എന്നും CPIM നേതാക്കൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നു. മാത്യു കുഴൽനാടന്റെ അപേക്ഷ തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയപ്പോൾ മാസപ്പടി കേസ് ഇല്ലാതായി എന്ന മട്ടിലാണ് CPIM നേതൃത്വം ആഘോഷിച്ചത്. എന്നാൽ ഹൈക്കോടതി നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടതോടെ ഇതെല്ലാം വെറുതെയായി. മുഖ്യമന്ത്രിയുടെ പ്രിവിലേജാണ് ഒരു സേവനവും നൽകാതെ വീണയുടെ കമ്പനിക്ക് കരിമണൽ കമ്പനി പണം നൽകാൻ കാരണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ആരോപണം. അപ്പോഴെല്ലാം തന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധിച്ച മുഖ്യമന്ത്രിക്ക് ഇനി അത് കോടതിയിലും പറയേണ്ടി വരുന്നു. മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ആവാത്തത് തിരഞ്ഞെടുപ്പിൽ ജനവികാരം എതിരാകാൻ കാരണമായെന്ന് CPIM നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. ഹൈക്കോടതി നോട്ടീസ് കൂടി വന്നതോടെ ഈ വാദങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൈവരും. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാദമി. യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ. എയർവിൻ അക്കാദമി, കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, സുഹറ RK, ആറാട്ട് റോഡ്, കണ്ണൂർ. ഫോൺ 8138034433.